All, I'm Alfie Elizabeth Joseph, Assistant Professor, Triple Department, SNIT, Adur. ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് EE304 BTech S6 Triple സ്റ്റുഡൻസിന് പഠിക്കാനുള്ള അഡ്വാൻസ് കൺട്രോൾ തിയറിയിലെ മൊഡ്യൂൾ 6ലെ ടോപ്പിക്കാണ് സ്റ്റെബിലിറ്റി ഓഫ് ലീനിയർ സിസ്റ്റം യൂസിംഗ് ലിയപ്നോ. This is the syllabus for module 6 and today in this section I'll be dealing with the stability of linear system using ലിയപ്നോ. No function for linear system. നമ്മളൊരു linear homogeneous autonomous system കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ എന്തോ homogeneous system എന്ന് പറഞ്ഞാൽ autonomous, ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. x dot is equal to ax. സോ അതിൻ്റെ ലിയപ്നോ ഫംഗ്ഷൻ v of x നമുക്കറിയാം. ഇവിടെ ലിയപ്നോ സ്റ്റെബിലിറ്റി അനാലിസിസിൽ ഒരു ലിയപ്നോ ഫംഗ്ഷൻ v of x, നമ്മൾ എനർജി ഫംഗ്ഷൻ ഈക്വലൻ്റ് ആയിട്ടൊരു ഫംഗ്ഷൻ, പോസിറ്റീവ് ഡെഫിനിറ്റ് ഫംഗ്ഷൻ v of x വേണം. അപ്പോൾ ലീനിയർ സിസ്റ്റത്തിൻ്റെ കേസിൽ ഈ v of xനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് x ട്രാൻസ്പോസ് ഇൻറ്റു p ഇൻറ്റു x. ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോമിലുള്ളതിനെ മെട്രിക്സ് രൂപത്തിൽ എഴുതുമ്പോൾ ഈ വിധത്തിലാണ് കിട്ടുന്നത്. x ട്രാൻസ്പോസ് ഇൻറ്റു p ഇൻറ്റു x. p എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ മൈനേഴ്സിനെ നോക്കി നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ v of x പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ അല്ലെന്ന് അറിയാൻ പറ്റും യൂസിങ് സിൽവസ്റ്റേഴ്സ് ക്രൈറ്റീരിയ. ലാസ്റ്റ് സെക്ഷനിൽ അത് പഠിച്ചതാണ്. സോ ഇപ്പം നമ്മളൊരു ലീനിയർ സിസ്റ്റത്തിൻ്റെ v of xനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് x ട്രാൻസ്പോസ് ഇൻറ്റു p ഇൻറ്റു x. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ക്രൈറ്റീരിയ, എന്ത് കണ്ടീഷനാണ് വരുന്നത്, ഡെഫിനിറ്റ്നെസ് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. സോ ഈ കേസിൽ ഒരു സിസ്റ്റം അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ Q എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സിന് P എന്ന് പറയുന്ന മറ്റൊരു സിമെട്രിക് പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു, സച്ച് ദാറ്റ് മൈനസ് Q ഈസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് P പ്ലസ് P ഇൻറ്റു A ഉള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ P എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. സോ ലിയപ്നോ ഫംഗ്ഷൻ ഫോർ ലീനിയർ സിസ്റ്റത്തിൻ്റെ പ്രൂഫ് നമുക്കറിയാം. നമ്മൾ ഒരു ലീനിയർ സിസ്റ്റത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലിയപ്നോ ഫംഗ്ഷൻ ഏത് ഫോമാ, v of x ഈക്വൽസ് x ട്രാൻസ്പോസ് ഇൻറ്റു p ഇൻറ്റു x. ശരിക്കും പറഞ്ഞാൽ x ട്രാൻസ്പോസ് ഇൻറ്റു x എന്ന് പറഞ്ഞാൽ എന്തോ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ദാറ്റ് ഈസ് ഫൈനലി p തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് വേണ്ടത്, നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സ് p എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സിമെട്രിക് പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സ് p എക്സിസ്റ്റ് ചെയ്യുന്നു. സോ നമുക്ക് സ്കെയിലാർ ഫംഗ്ഷൻ v of x കൺസിഡർ ചെയ്യുന്നു, x ട്രാൻസ്പോസ് ഇൻറ്റു p ഇൻറ്റു x. v of x എന്ന് പറയുന്നതാണ് നമ്മുടെ ലിയപ്നോ ഫംഗ്ഷൻ. അതെന്തായിരിക്കണം, ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് ഫംഗ്ഷൻ ആണ്. പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻ എങ്ങനെ, v of x ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ഫോർ x നോട്ട് ഈക്വൽ ടു 0 and v of 0 is equal to 0. ഒറിജിനിലാണ് എക്സിൻ്റെ വാല്യൂ 0 ആവുന്നത്. സോ ഒറിജിനിൽ മാത്രം ആ ഫംഗ്ഷന് 0യും ബാക്കി എല്ലാ എക്സിൻ്റെ വാല്യൂയിലും അതിൻ്റെ വാല്യൂ എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അതാണ് പോസിറ്റീവ് ഡെഫിനിറ്റ് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ ടൈം ഡെറിവേറ്റീവ് ഓഫ് v of x എങ്ങനെ എഴുതാം, dv by dt ദാറ്റ് ഇസ് ഈക്വൽ ടു v ഡോട്ട് എക്സ് ഈക്വൽസ്, നമ്മൾ x ട്രാൻസ്പോസ് p ഇൻറ്റു എക്സിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു, f of x ഇൻറ്റു g of x equals f dash x, derivative of first function into second function plus first function into derivative of second function. ആ രൂപത്തിൽ എഴുതി. അപ്പം x dot transpose into px plus x transpose into p into x dot എന്ന് എഴുതി. p ഒരു കോൺസ്റ്റൻ്റ് ആണ്, എക്സിനാണ് ഡിഫറൻഷ്യൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. സോ അങ്ങനെ എഴുതി. നമുക്കറിയാം നമ്മളിവിടെ കൺസിഡർ ചെയ്ത ഒരു ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ x dot is equal to ax. സോ ഇവിടെ എക്സ് ഡോട്ട് വന്നിടത്ത് എന്ത് റീപ്ലേസ് ചെയ്യാം, ax കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ദെയർഫോർ v of x ഈക്വൽസ് ax ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ x ട്രാൻസ്പോസ് ഇൻറ്റു a ട്രാൻസ്പോസ് ഇൻറ്റു പി എക്സ് പ്ലസ് എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു പി ഇൻറ്റു എക്സ് ഡോട്ടിന് വരെ എന്തിട്ട് കൊടുക്കും, ax ഇട്ട് കൊടുക്കും. ഇവിടെ ഈ എക്സ് ഡോട്ടിന് വരും ax വരും, അതിൻ്റെ ഓൾ ട്രാൻസ്പോസ് ആണ് ഇങ്ങനെ എഴുതിയത്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് കോമൺ നോക്കുമ്പോൾ എഴുതാം, എക്സ് ട്രാൻസ്പോസും ഉണ്ട് എക്സും ഉണ്ട്. സോ എക്സ് ട്രാൻസ്പോസിനെ കോമൺ എടുത്ത് പോയിട്ട് എന്ത് വരും, എ ട്രാൻസ്പോസ് പി പ്ലസ് പി ഇൻറ്റു എ ഇൻറ്റു എക്സും കോമൺ ആയിട്ട് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് പി പ്ലസ് പി ഇൻറ്റു എ എന്താണെന്ന് പറയുന്നത്, ക്യൂ ഇൻറ്റു എക്സ് അല്ലേ. എ ട്രാൻസ്പോസ് പി പ്ലസ് പി ഇൻറ്റു എ
എന്തിനോട് ഈക്വലൻ്റ് ആണ്? ക്യൂ എന്ന് പറഞ്ഞു, മൈനസ് ക്യൂവിനോട് ഈക്വലൻ്റ് ആണ്. സോ മൈനസ് എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു ക്യൂ ഇൻറ്റു എക്സ്. അപ്പം ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് പറഞ്ഞാൽ വി ഡോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഉണ്ട്. ഇത് എപ്പോൾ പോസിറ്റീവ് ആവും അപ്പോൾ എല്ലാം വി ഡോട്ട് എക്സ് നെഗറ്റീവ് ആണ് അല്ലേ? സോ സിൻസ് ക്യൂ ഇസ് പോസിറ്റീവ് ഡെഫിനിറ്റ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. വി ഡോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നെഗറ്റീവ് ഡെഫിനിറ്റ് ആണ്. സോ വി ഡോട്ട് എക്സ് നമുക്ക് ശരിക്കും സ്റ്റേബിൾ, ഒരു ഒറിജിൻ സ്റ്റേബിൾ ആണെങ്കിൽ നമുക്കറിയാം വി ഓഫ് എക്സ് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്, വി ഡോട്ട് എക്സ് നെഗറ്റീവ് ഡെഫിനിറ്റ് ആണ്. അപ്പോൾ വി ഡോട്ട് എക്സ് നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ എ ട്രാൻസ്പോസ് പി പ്ലസ് പി ഇൻറ്റു എ ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ എന്ന് കിട്ടിയാൽ വി ഡോട്ട് എക്സ് നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് നോം ഓഫ് എക്സ് എന്താണെന്ന് നോക്കാം. ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ that is equal to x transpose p into x the whole raised to 1 by 2. x transpose p into x എന്ന് പറഞ്ഞാൽ എന്താ? v of x. അപ്പോൾ norm of x is equal to square root of v of x ആണ്. സോ അങ്ങനെയാണെങ്കിൽ v of x എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താം? norm of x the whole square. അപ്പോൾ norm of x ഇൻഫിനിറ്റി ആകുമ്പോൾ v of x എന്താവും? അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി. സോ ഇത് നമ്മൾ തിയറം 3 പറഞ്ഞ ഒരു കണ്ടീഷനാണ്. അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണെന്ന് പറയാനുള്ള ഒരു കണ്ടീഷനായിട്ട് വരും. So the system is therefore asymptotically stable in the large at the origin as per theorem 3. ഈ condition satisfy ചെയ്യുന്നത്. So നമുക്ക് conclude ചെയ്യാം v of x equal to x transpose p into x and v dot x equals minus x dot transpose into p into x plus x transpose p into x dot. Okay. So the procedure for obtaining stability of linear system using Lyapunov function. So first നമുക്ക് ഒരു positive definite matrix Q assume ചെയ്യണം. So such that Q is equal to identity matrix. അപ്പോൾ Q എന്ന് പറയുന്നത് identity matrix ആയിട്ട് choose ചെയ്യണം. Solve for the matrix P from the Lyapunov equation minus Q is equal to A transpose P plus P into A and verify whether it is positive definite using Sylvester's criteria. അപ്പോൾ നമ്മൾ Q എന്ന് പറയുന്ന മെട്രിക്സ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് എടുത്ത് ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സ്, ആ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം മെട്രിക്സിൻ്റെ എയുടെ സെയിം ഓർഡർ എടുക്കണം. അതിനുശേഷം ഈ ഇക്വേഷൻ മൈനസ് ക്യൂ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു പി പ്ലസ് പി ഇൻറ്റു എക്കകത്തുനിന്ന് പി എന്ന് പറയുന്ന മെട്രിക്സ് ഒബ്റ്റെയിൻ ചെയ്യും. ആ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രീവിയസ്ലി പഠിച്ചതാണ് സിൽവസ്റ്റേഴ്സ് ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരു മെട്രിക്സ് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ എന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അതിൻ്റെ പ്രിൻസിപ്പൽ മൈനസ് എല്ലാം ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കിയാൽ നമുക്കറിയാം പി പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്. ഇഫ് പി ഈസ് പോസിറ്റീവ് ഡെഫിനിറ്റ്, അപ്പോൾ പി പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? വി ഡോട്ട് എക്സ് ഈസ് ലെസ് ദാൻ 0, വി ഡോട്ട് എക്സ് നെഗറ്റീവ് ഡെഫിനിറ്റ് ആവും and therefore the origin is asymptotically stable. In order to find out the Lyapunov function v of x, substitute p in v of x that is equal to x transpose into p into x. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ സെക്കൻഡ് മെത്തേഡ് ഓഫ് ലേപ്നോവ് അത് തന്നെയാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ആദ്യമേ v of x എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് സ്കെയിലർ ഫംഗ്ഷൻ ചൂസ് ചെയ്യും. അതിനുശേഷം v ഡോട്ട് എക്സ് കിട്ടുന്നത് നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ അത് സിസ്റ്റം അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ അറ്റ് ദ ഒറിജിൻ എന്ന് പറയാം. ഇനി നമുക്കിവിടെ ലീനിയർ സിസ്റ്റമാണ്. സോ നമുക്ക് ഒരു ആദ്യമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ചൂസ് ചെയ്യണം ക്യൂ ആയിട്ട്. സോ എന്നിട്ട് മൈനസ് ക്യൂ ഈക്വൽസ് എ ട്രാൻസ്പോസ് ഇൻറ്റു പി പ്ലസ് പി ഇൻറ്റു എക്കകത്ത് കൊടുത്തിട്ട് പി കണ്ടുപിടിക്കും. പി കണ്ടുപിടിച്ചിട്ട് ആ സിൽവസ്റ്റേഴ്സ് ക്രൈറ്റീരിയ വെച്ചിട്ട് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ എന്ന് നോക്കും. അപ്പോൾ പി പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ പ്രൂഫിൽ നമുക്ക് കണ്ടതാണ്. വി ഡോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ വി ഡോട്ട് എക്സ് നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. ആൻഡ് സോ ദ ഒറിജിൻ ഈസ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ. ഇനി വി ഓഫ് എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു പി ഇൻറ്റു എക്സ് ചെയ്താൽ മതി. സോ വി ഡോട്ട് എക്സ് കിട്ടണമെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. A system is described by the following: x dot is equal to ax, where a is equal to 0, 1, minus 1, 1. Assume matrix Q to be identity matrix.
solve for matrix P in the equation A transpose P plus P into A is equal to minus Q. Use Lyapunov theorem and determine the stability of the origin of the system. Write the Lyapunov function V of x. But given a homogeneous system, question എടുത്തു പറയുന്നുണ്ട്, കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. Q ഐഡന്റിറ്റി മെട്രിക്സ് എടുക്കണം, ഇക്വേഷൻ സോൾവ് ചെയ്ത് P കണ്ടുപിടിക്കുക, Lyapunov theorem വെച്ചിട്ട് ഫൈനലി സ്റ്റേബിൾ ആണോ അല്ലെന്ന് ഡിസൈഡ് ചെയ്യണം. സോ ഫസ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ P കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എ എക്സ്. എ ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് 0 1 -1 1. അങ്ങനെ എ ട്രാൻസ്പോസ് എങ്ങനെ എഴുതാം? 0 -1 1 1 റോ കോളായിട്ട് മാറി. ഇനി നമുക്ക് നോക്കേണ്ടത് പി എന്ന് പറയുന്ന മെട്രിക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിയുടെ എലമെന്റ്സിനെ നമുക്ക് P11 P12 സിമെട്രിക്കൽ മെട്രിക്സ് ആണ് P. സോ P12 ഈസ് ഈക്വൽ ടു P21. അതുകൊണ്ടാണ് ഇവിടെ രണ്ടിടത്തും P12 എന്ന് എഴുതാൻ കാരണം. ഇപ്പോൾ 3/3 ആയിരുന്നെങ്കിൽ P13 വന്നതിന് P31 ഈക്വൽ ആയിട്ട് എഴുതാൻ. സോ എ എന്ന് പറയുന്ന മെട്രിക്സ് 2/2 ആണ്. സോ ചൂസ് ചെയ്യേണ്ട പിയും എന്താ? 2/2 മെട്രിക്സ് P11 P12 P12 P22. Q ഈസ് ഈക്വൽ ടു 1 0 0 1. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഇക്വേഷൻ A transpose into P plus P into A is equal to minus Q. A transpose അറിയാം, P എഴുതി, plus P into A is equal to minus of identity matrix Q. So നമ്മൾ ആ എക്സ്പാൻഡ് ചെയ്യും. A transpose into P മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തേത് മൈനസ് P12 മൈനസ് P22 P11 പ്ലസ് P12 P12 പ്ലസ് P22 എന്ന് കിട്ടി. പ്ലസ് എ ട്രാൻസ്പോസ് ഇൻറ്റു പി പ്ലസ് പി ഇൻറ്റു എ ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ കിട്ടി. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ എന്ന് പറഞ്ഞുകൊണ്ട് -1 0 0 -1. ഇനി നമ്മൾ ഇവിടുത്തെ എലമെൻറ്റ് ലൈറ്റ് ടേംസ്, അതായത് കോമൺ പൊസിഷൻ വൈസ് ഉള്ള ടേംസിനെ ആഡ് ചെയ്യുന്നു. മൈനസ് P12 മൈനസ് P12 ഇവിടെ വരും, മൈനസ് P22 പ്ലസ് P11 പ്ലസ് P12 ഇവിടെ എഴുതി. ഇനി P11 പ്ലസ് P12 മൈനസ് P22 ഇവിടെ വന്നു, P12 പ്ലസ് P22 പ്ലസ് P12, അപ്പം 2 ടൈംസ് വരുന്നത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽസ് -1 0 -1. ഇനി ഇവിടുത്തെ 2 മെട്രിക്സ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കണം. സോ ദിസ് എലമെൻറ്റ് വിൽ ബി ഈക്വൽ ടു -1. അതായത് P12 ഈസ് -2 P12 is equal to -1 എഴുതാം. That is equal to P12 equals -1 by -2. That gives 1/2. ഇനി സെക്കൻഡ് ഈ ടേമിൽ നിന്ന് നമുക്ക് P12 അറിയാം. അങ്ങനെയാണെങ്കിൽ P22 കണ്ടുപിടിക്കാമല്ലേ. സോ P12 ബാക്കി മൂന്നിടത്തും 2 ടേംസ് അൺനോൺ ആണ്. ഇവിടെ ഒരു ടേമേ അൺനോൺ ആയിട്ടുള്ളൂ. സോ നെക്സ്റ്റ് നമ്മൾ ഇത് കണ്ടുപിടിക്കും. 2 into P12 plus P22 is equal to -1 ഇട്ട് കൊടുത്തു. അപ്പോൾ അതിനെ സോൾവ് ചെയ്യുമ്പോൾ P12 ഓൾറെഡി 1/2 കിട്ടി. സോ P22 is equal to -1/2 minus P12. That is equal to സോൾവ് ചെയ്യുമ്പോൾ -1 കിട്ടി. ഇനി തേർഡ് ഓപ്ഷൻ P11 plus P12 minus P22. ഇതിൻ്റെ അകത്തുനിന്ന് ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള P11 ഈ 2 ടേമും അറിയാം. ദിസ് വിൽ ബി ഈക്വൽ ടു 0. ഇത് നോക്കിക്കേ, പി എന്ന് പറയുന്നത് സിമെട്രിക്കൽ മെട്രിക്സ്. ഈ ടേം തന്നെ ഇവിടെ വന്നേ അല്ലേ. ഇത് രണ്ടും എന്തിനോട് ഈക്വലാ? 0 ഈക്വലാ. സോ ഈ ഇക്വേഷൻ ഈക്വേറ്റിംഗ് ടു 0. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ P22 and P12 we get P11 as -3/2. സോ മെട്രിക്സ് പി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുവാണ് എലമെന്റ്സ് 1/2. ആദ്യമേ -3/2 1/2 1/2 -1. ദീസ് ആർ ദ എലമെന്റ്സ് ഓഫ് മെട്രിക്സ് പി. സോ പി നമ്മൾ മെട്രിക്സ് എഴുതി. ഇനി നമുക്ക് സിൽവസ്റ്റേഴ്സ് ക്രൈറ്റീരിയൻ ഉപയോഗിക്കാം. പി പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ അല്ലയെന്ന്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഒന്നാമത്തെ പ്രിൻസിപ്പൽ മൈനർ -3/2 ദാറ്റ് ഇസ് ലെസ് ദാൻ 0 നെഗറ്റീവാണ്. ഇനി ഫസ്റ്റ് കണ്ടീഷൻ തന്നെ തെറ്റി എങ്കിലും നമുക്ക് ഈ 2/2ൻ്റെ ഡിറ്റർമിനന്റ് കൂടെ എടുക്കാം. സോ അങ്ങനെ എടുത്തപ്പോൾ 5/4 അത് പോസിറ്റീവാണ്. പക്ഷെ ഒരു മൈനർ നെഗറ്റീവാണ് കിട്ടിയത്. സോ പി പോസിറ്റീവ് ഡെഫിനിറ്റ് അല്ല എന്ന് പറഞ്ഞാൽ വി ഡോട്ട് എക്സ് എന്തുവാ? നെഗറ്റീവ് ഡെഫിനിറ്റ് അല്ല. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ദ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റ് origin is not asymptotically stable in the large
സോ അത് കാരണം നമുക്ക് ലിയബ്നോസ് ഫംഗ്ഷൻ കനോട്ട് ബി റിട്ടേൺ. കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ലിയബ്നോസ് ഫംഗ്ഷൻ ഈക്വൽസ് എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു പി ഇൻറ്റു എക്സ് എന്ന് എഴുതായിരുന്നു. പക്ഷേ ഇവിടെ അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ അല്ലെന്നാണ് നമുക്ക് കൺക്ലൂഷൻ കിട്ടിയത്. Conclusion: the system is globally asymptotically stable at origin if and only if for any symmetric positive definite matrix Q there exists a symmetric positive definite matrix P such that satisfies the matrix equation minus Q is equal to A transpose P plus P into A. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് P പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ system can be said to be asymptotically stable at the origin. These are some of the university question. Explain Lyapunov second method of stability for nonlinear systems. Then a second order system is given by x dot is equal to ax, where a is equal to 0, 1, minus 1, minus 1. It's given in the question assume Q to be identity matrix. Solve the equation A transpose P plus P into A is equal to minus Q. Use Lyapunov theorem and determine the stability of the system. Write the Lyapunov function V of x. So, ഇതൊരു ലീനിയർ സിസ്റ്റം ആണ്. ഈ പറഞ്ഞ രീതിക്ക് ചെയ്യാം. നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ നമ്മൾ V of x അസ്യൂം ചെയ്യുന്നു ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ്, എന്നിട്ട് V dot x കണ്ടുപിടിക്കുമ്പോൾ അത് നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ യൂസിങ് Lyapunov സ്റ്റെബിലിറ്റി തിയറംസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും അത് സ്റ്റേബിൾ ആണോ അല്ലേ എന്നുള്ളത്. Using Lyapunov's direct method, find the range of K to guarantee stability of the system shown in figure. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ഡയഗ്രം ആണ് തന്നേക്കുന്നത്. ഇൻപുട്ട് ഇല്ല, R is equal to 0 എന്നാണ്. x1 ഡോട്ട് K by S, അതായത് ഇൻ്റഗ്രേറ്റഡ് ബ്ലോക്ക് വരുന്നുണ്ട്. x1 വന്നു. x2 ഡോട്ട് 1 by S plus 1 എന്നാണ് ആ ബ്ലോക്ക് വരുന്നത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻറ്റു x2 ദാറ്റ് ഗീവ്സ് x2, അത് തന്നെയാണ് x3 ഡോട്ട് 1 by S plus 1, finally x3. സോ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഫസ്റ്റ് ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ ആദ്യമേ സിസ്റ്റം മെട്രിക്സ് എ കണ്ടുപിടിക്കണം. സിസ്റ്റം മെട്രിക്സ് എ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കണം ഈ ബ്ലോക്ക് ഡയഗ്രം. സോ ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാം ആ ഒരു ഹിൻറ്റും കൂടെ ഞാൻ പറഞ്ഞുതരാം. സോ ക്വസ്റ്റ്യനിലെ ബ്ലോക്ക് ഡയഗ്രത്തിന് നമ്മൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുന്ന അറിയാവുന്ന രീതിയിലോട്ടാക്കുവാണ്. x1 ഡോട്ട് കമ്പാരിറ്റർ ഔട്ട് കിട്ടി 1 by S കൂടെ പാസ് ചെയ്യുമ്പം ഇൻ്റഗ്രേറ്റർ ബ്ലോക്ക് കഴിഞ്ഞ് വരുമ്പോൾ x1 വന്നു. ഇനി അടുത്തത് x2 ഡോട്ട് ഒരു കമ്പാരിറ്റർ ബ്ലോക്കിലോട്ട് കൊടുക്കണം. കാരണം x2 ഡോട്ട് കഴിഞ്ഞിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടിയ 1 by S plus 1. സോ അതിനെ നമുക്കൊരു നെഗറ്റീവ് ഫീഡ്ബാക്കും G of S 1 by Sഉം H of S 1 ആയിട്ടുള്ള ഒരു ഇക്വലന്റ് സർക്യൂട്ടായിട്ട് വരയ്ക്കാം. സോ x2 ഡോട്ട് ഗിവിംഗ് ടു 1 by S, x2 ആണ് അതിൻ്റെ ഔട്ട്പുട്ട്, ഫീഡ്ബാക്ക് ആയിട്ട് പോകുന്ന H of Sന്റെ വാല്യൂ 1. സോ ക്ലോസ് ലൂപ്പ് വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ 1 by S by 1 plus 1 by S. അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത് 1 by S plus 1. സിമിലർലി x3 ഡോട്ട് അതുപോലെ തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കും ഓഫ് യൂണിറ്റി ഫീഡ്ബാക്ക്. അപ്പോൾ അതിൻ്റെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുമ്പോൾ 1 by S plus 1 വരും. അതുകൊണ്ടാണ് 1 by S G of Sന്റെ സ്ഥാനത്തും H of Sന്റെ സ്ഥാനത്തും 1 വന്നു. നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു. അതിൻ്റെ ഔട്ടാണ് x3. ഫൈനലി ഇതെല്ലാം കൂടെ ഫീഡ്ബാക്ക് ആയിട്ട് K വരുന്നതാണ് x1 ഡോട്ടിലോട്ട് വരുന്ന കമ്പാരിറ്ററിലോട്ട് കൊടുക്കുന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക് K. സോ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എഴുതാലോ x1 ഡോട്ട് ഈക്വൽസ് മൈനസ് K ഇൻറ്റു x3, x2 ഡോട്ട് ഈക്വൽസ് x1 മൈനസ് x2, x3 ഡോട്ട് ഈക്വൽസ് x2 മൈനസ് x3. സോ അതിൻ്റെ അകത്ത് നിന്ന് സിസ്റ്റം മെട്രിക്സ് എ കാണാം. സിസ്റ്റം മെട്രിക്സ് എ കണ്ടാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, Q നമുക്ക് എഴുതാം. അപ്പം മൈനസ് Q ഈസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് P പ്ലസ് P ഇൻറ്റു A. അതിൻ്റെ അകത്തുനിന്ന് P കണ്ടുപിടിക്കാം. P കണ്ടുപിടിക്കുമ്പോൾ Kയുടെ ടേംസിലാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് സിൽവസ്റ്റേഴ്സ് ക്രൈറ്റീരിയം വെച്ചിട്ട് ഇത് സ്റ്റേബിൾ ആണെങ്കിൽ ആ P എന്ന് പറയുന്ന മെട്രിക്സിലെ പ്രിൻസിപ്പൽ മൈനസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇപ്പം സം റേഞ്ച് ഓഫ് K ഗ്രേറ്റർ ദാൻ 0 എന്ന കണ്ടീഷൻ നമുക്ക് കിട്ടും. സോ ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് കോൺടാക്ട് മീ. So this is the hint that I will give. For inquiries, mail to alfie@snit@gmail.com. Thank you.